ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് മുമ്പ് നമ്മുടെ തദ്ദേശ വകുപ്പിനെ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൈറ്റ് പാറ പൊട്ടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി മൊത്തം ഈ സമ്പൂർണ്ണമായിട്ട് ഗതാഗതം നിരോധിച്ചുകൊണ്ട് രാവിലെ 7 മണിക്ക് പാറ പൊട്ടിക്കുന്ന നടപടി ആരംഭിക്കാമെന്നും അതിനുശേഷം സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗതാഗതം നടത്താനുള്ള പരിപാടി ഏർപ്പാട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കളക്ടർ സാർ പറഞ്ഞിട്ടുണ്ട്. ആ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഗതാഗതം തുറന്നു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ബാക്കി PWക്കാരെയും സേഫ്റ്റി മെഷർമെൻറ്റ് നോക്കി മറ്റ് മേലൊന്നും പാറ ഇടിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗതാഗതം തുറന്നു കൊടുക്കൂ എന്ന്. നിലവിൽ കുടുങ്ങിക്കിടന്ന ചെറിയ വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടൊക്കെ ഉണ്ട്. ചുരം ഗ്രീൻവേൻ്റെ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ, പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം ഏകദേശം 8:55 സമയമായി. വയനാട് ചുരത്തിൽ വ്യൂ പോയിന്റിനോട് സമീപം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജനങ്ങളും സംരക്ഷണ സമിതിയും പോലീസും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും ചേർന്ന് ഇവിടെ ദ്രുതഗതിയിൽ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതെപ്പോൾ മാറ്റി കഴിയുന്ന മാറ്റുന്നതനുസരിച്ച് മുകളിൽ നിന്ന് ചെറിയ തോതിൽ മണ്ണിടിയുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. ഇത് പൂർണ്ണമായി ഇത് എപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ആളുകൾ താൽക്കാലികമായി ഇന്നത്തെ യാത്ര മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കുറ്റ്യാടി ചുരത്തിലൂടെ എല്ലാ വാഹനങ്ങളും ഒരുമിച്ച് പോയി കഴിയുമ്പോൾ വീണ്ടും അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ വീണ്ടും എല്ലാ വഴികളും അടയും. അപ്പോൾ താൽക്കാലികമായി ഇന്നത്തേക്കുള്ള വയനാട് യാത്ര താൽക്കാലികമായിട്ട് മാറ്റിവെച്ചു. നാളെ ഇതിൻ്റെ സ്ഥിതികൾ പൂർണ്ണ രൂപത്തിൽ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം യാത്ര ചെയ്യുന്നതായിരിക്കും എല്ലാ യാത്രക്കാർക്കും നല്ലത്. ഓക്കെ.